വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ റിലയൻസ് ജിയോയുടെ ഒരു ടിപ്പ് പറഞ്ഞു തന്നിരുന്നു. സോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജിയോയുടെ ഹൈ ഡേറ്റ കൺസ്യൂമർ ആണെങ്കിൽ, അതായത് ഒരു ദിവസം 3-4 GB ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ഡേറ്റ കോസ്റ്റ് 30-50% സേവ് ചെയ്യാമെന്നുള്ളത്. അത് ആക്ച്വലി ഒരു സിമ്പിൾ ടിപ്പുമായിരുന്നു. 448 രൂപയുടെ ഒരു റീചാർജ് ചെയ്താൽ നമുക്ക് പെർ ഡേ 2 GB യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ 448ൻ്റെ 2 റീചാർജ് ചെയ്തു. സോ അപ്പം എനിക്ക് പെർ ഡേ 4 GB യൂസ് ചെയ്യാൻ പറ്റി. അതിപ്പം നോർമലി അവരുടെ ഒരു 4 GB പ്ലാൻ എടുക്കുമായിരുന്നെങ്കിൽ അതിന് ഏകദേശം 1500 രൂപ കോസ്റ്റ് വന്നേനെ 3 മാസത്തേക്ക്. സോ ഇതാവുമ്പോഴത്തേക്ക് എനിക്ക് 1000 രൂപയെ വന്നിട്ടുള്ളൂ. അതുപോലെ ഇപ്പം 5 GB ഒരു പ്ലാൻ ആണ് ഞാനിപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 3 മാസത്തേക്ക് 2400 രൂപ അടുപ്പിച്ച് വരുമായിരുന്നു. അതിപ്പം ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് എനിക്ക് 2 GB 2 റീചാർജ് ചെയ്തിട്ട് പിന്നെ ഒരു ഫ്ലെക്സി 6 GB ആഡ് ഓൺ ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 GB ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ 4 GB ആവശ്യമുള്ളെങ്കിൽ ഇടയ്ക്ക് റാൻഡംലി മാത്രമേ 5 GB ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ 50% ഡേറ്റ കോസ്റ്റാണ് ഇവിടെ സേവ് ചെയ്യുന്നത്. സോ ഇനി ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ ഞാൻ എൻ്റെ തന്നെ ഹോട്ട്സ്പോട്ട് ഡിവൈസ് ചെയ്ത രീതിയാണ് കാണിച്ചു തരുന്നത്. ആദ്യം നിങ്ങൾ മൈ ജിയോയിൽ ലോഗിൻ ചെയ്യുക. അതുപോലെ ഏത് നമ്പറാണോ റീചാർജ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് റീചാർജ് കൊടുക്കുക. റീചാർജ് കൊടുത്തിട്ട് ഏതൊരു പ്ലാൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 GB ആണെങ്കിൽ 2 GB, അല്ലെങ്കിൽ 1.5 ആണെങ്കിൽ 1.5 അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് റീചാർജ് ചെയ്യുക ആദ്യത്തേത്. സോ നിങ്ങൾക്ക് ജിയോയുടെ ഡേറ്റ പ്ലാൻസ് ബ്രൗസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, 2 GB പെർ ഡേ പ്ലാൻസിന് അവർ ചാർജ് ചെയ്യുന്നത് 500 രൂപയാണ് ഏകദേശം 3 മാസത്തേക്ക്. അത് 4 GB പെർ ഡേ പ്ലാൻ ആകുമ്പോഴത്തേക്ക് 500 രൂപയാകും 1 മാസത്തേക്ക്. അതായത് 3 മാസത്തേക്കപ്പം 4 GB വേണമെന്നുണ്ടെങ്കിൽ 1500 രൂപയാവും. പക്ഷേ 2 GB 2 റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1000 രൂപയ്ക്ക് 3 മാസത്തേക്ക് കിട്ടും. അതുപോലെ 5 GB പെർ ഡേ പ്ലാൻ ആണെങ്കിൽ 800 രൂപയാണ് 1 മാസത്തേക്ക് ഏകദേശം. അതായത് 3 മാസത്തേക്ക് 2400 രൂപ വരും. അതിപ്പം നമ്മൾ 2 GB ചെയ്യുമ്പോഴത്തേക്ക് 1000 രൂപയേ ആവുന്നുള്ളൂ. അതുപോലെ ഒരു ടോപ്പപ്പും കൂടെ ചെയ്യുവാണെങ്കിൽ ഏകദേശം 1100 ആ റേഞ്ചിൽ വരും. അതായത് 50% ആണ് നിങ്ങളവിടെ സേവ് ചെയ്യുന്നത്. ആദ്യത്തെ റീചാർജ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് ഹോം പേജിലോട്ട് തന്നെ പോയിട്ട് രണ്ടാമത്തെ റീചാർജും അതേപോലെ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഹോം പേജിൽ പോയിട്ട് രണ്ടാമത്തെ പ്ലാൻ അപ്പോൾ അവിടെ പെൻഡിങ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ 2 പ്ലാൻസും സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് റാൻഡമായിട്ട് 5 GB 6 GB ഒക്കെ ഏതൊരു ദിവസം ആവശ്യം വരുമെന്നുണ്ടെങ്കിൽ 101ൻ്റെ ഒരു ടോപ്പപ്പും കൂടെ ചെയ്ത് വെക്കുക. സോ 4 GB യൂസേജ് കഴിയുമ്പോഴത്തേക്ക് ആ ടോപ്പപ്പിൽ നിന്ന് ബാക്കി ഡേറ്റ അവരെടുത്തോളും. അതിനുശേഷം ബാക്കി ബാലൻസ് അതിൻ്റെ അകത്ത് തന്നെ അവർ കീപ്പ് ചെയ്യുകയും ചെയ്യും. സോ അടുത്ത ദിവസം ഇതുപോലെ എപ്പോഴെങ്കിലും 4 GB ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടോപ്പപ്പിൽ നിന്ന് എക്സ്ട്രാ GB എടുത്തോളും. സോ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 30-50% ഡേറ്റ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ജിയോ ഹോട്ട്സ്പോട്ട് ഡിവൈസ് ഈ രീതിയിലാണ് ഏകദേശം 1 വർഷമായിട്ട് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കത് ഇത്രയും കാലം വർക്ക് ചെയ്തു. ഇതിപ്പം നിങ്ങൾക്കും എന്തായാലും വർക്ക് ചെയ്യും. പക്ഷേ ഇത് എത്ര നാൾ ഇത് വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അവരുടെ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണോ അതോ ഇങ്ങനെ അവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ എന്നുള്ളത് വ്യക്തമല്ല. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.